ഹായ് സുഹൃത്തുക്കളെ, ഡിഗ്രി ഉള്ളവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ അവസരം. RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, പ്രിലിമിനറി, മെയിൻസ്, സിലബസ് ഒക്കെ എന്താണ് തുടങ്ങിയതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ RBI അസിസ്റ്റന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ് തസ്തികയുടെ പേര്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പല ബ്രാഞ്ചുകൾ കേരളത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ഉണ്ട്. അവിടെയെല്ലാം ഒഴിവുകളുണ്ട്. ആകെ 650 ഒഴിവുകളാണ്. ഇന്ത്യ മൊത്തത്തിൽ 650 ഒഴിവുകളാണുള്ളത്. തിരുവനന്തപുരത്ത് 6 ഒഴിവുകളാണ് ഉള്ളത്. വേക്കൻസി ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാം. അതിൽ 5 ജനറൽ കാറ്റഗറിയും 1 OBC ആണ് തിരുവനന്തപുരത്തെ വേക്കൻസി ആയിട്ട് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത്, നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് www.rbi.org.in എന്നുള്ള വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. RBI നടത്തുന്ന പരീക്ഷയാണ്. അസിസ്റ്റന്റ് എന്നുള്ളത് RBIയിലെ ഏറ്റവും മികച്ച ഒരു തസ്തികയാണ്. എൻട്രി ലെവലിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു നല്ല തസ്തികയാണ് അസിസ്റ്റന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ എക്സാം ഡേറ്റുകൾ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 8 വരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. മാർച്ച് 8 വരെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുകയാണ്. മാർച്ച് 8-ാം തീയതി വരെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ദെൻ പേയ്മെന്റ് ഓഫ് എക്സാമിനേഷൻ എക്സാം ഫീ ഉണ്ട്. അതിനുശേഷം ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ, അതായത് ഓൺലൈനായിട്ടാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത്. അതിന്റെ തീയതി ഏപ്രിൽ 11, 2026 ഏപ്രിൽ 11-നാണ് ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡേറ്റ്. ടെൻറ്റേറ്റീവ് ആണ് എങ്കിലും ഏതാണ്ടൊക്കെ ആ ഒരു സമയത്ത് തന്നെ നടക്കാറുണ്ട്. അപ്പോൾ ഏപ്രിൽ 11-ാം തീയതിയാണ്. ഇതിപ്പം ഫെബ്രുവരി 17 ഏപ്രിൽ 11 എന്ന് പറഞ്ഞാൽ ഇനി എത്ര നാൾ നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം പ്രിലിമിനറി ജയിക്കുന്നവർക്ക് എന്തുണ്ട്? മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. നമ്മുടെ IBPS-നൊക്കെ നടത്തുന്നത് പോലെ തന്നെയാണിത്. പ്രിലിമിനറി ജയിക്കുന്നവർക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതിന്റെ തീയതി ജൂൺ 7-ാം തീയതിയാണ്. അപ്പോൾ പ്രിലിമിനറി പാസ്സാവുന്നവർക്ക് ജൂൺ 7-ാം തീയതിയാണ് മെയിൻസിന്റെ പരീക്ഷ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിന്റെ ഏജ് ലിമിറ്റ്? 28 വയസ്സ് വരെയുള്ളവർക്ക്, 20 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. വളരെ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/2/1998 ഫെബ്രുവരി 2-ന് ശേഷം ജനിച്ചവരായിരിക്കണം. 2006 ഫെബ്രുവരി 1-നും ഇടയിൽ. ഈ 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. ഇതിനിടയിൽ ജനിച്ച ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അതായത് 28 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഇത് ജനറൽ കാറ്റഗറിയാണ്. SC ST OBC ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. RBIയുടെ വെബ്സൈറ്റിൽ പോയാൽ കൃത്യമായിട്ട് എന്താണ് ഏജ് റിലാക്സേഷൻ, ഏത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം, മറ്റ് കാറ്റഗറികളെ സംബന്ധിച്ചുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് ഏത് വിഷയത്തിലുള്ള ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആർട്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും BTech ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് മിനിമം 50% മാർക്ക്, 50% മാർക്കോട് കൂടി നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി ഇതിന്റെ സിലബസ് എന്താണ്? ഇതിന്റെ സിലബസ്, പരീക്ഷയുടെ സിലബസ് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് 3 പാർട്ടാണ് പ്രിലിംസിനുള്ളത്. 1 ഇംഗ്ലീഷ് ലാംഗ്വേജ്, 2 ന്യൂമറിക്കൽ എബിലിറ്റി, 3 റീസണിങ് എബിലിറ്റി. നമ്മൾ ബാങ്ക് എക്സാംസിനൊക്കെ കാണുന്ന യൂഷ്വലി ഉള്ള പാറ്റേൺ ആണ്. അതേ നിലവാരമുള്ള ഒരു ഡിഗ്രി ലെവൽ, അതല്ലെങ്കിൽ ഒരു ഓഫീസ് IBPS POയുടെ നിലവാരമുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇംഗ്ലീഷിൽ നിന്ന് 30 ചോദ്യങ്ങളുണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 35 ചോദ്യങ്ങളുണ്ട്. റീസണിങ്ങിൽ നിന്നും 35 ചോദ്യങ്ങളുണ്ട്. ഇത് ചെയ്യാൻ 3 സെക്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് 20 മിനിറ്റ് വീതമാണ്. അങ്ങനെ ആകെ 60 മിനിറ്റ്, 1 മണിക്കൂറും 100 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അതാണ് അതിനകത്ത് മെയിൻ കാര്യം. അതായത് ഈ 1 മണിക്കൂർ കൊണ്ട് 100 ചോദ്യം വളരെ കൃത്യമായിട്ട് തെറ്റാതെ ശരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചലഞ്ച്. അങ്ങനെ പ്രിലിംസ് എഴുതി ജയിക്കുന്നവർക്ക് എന്തുണ്ട്? മെയിൻസ് ഉണ്ട്. മെയിൻസിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. മെയിൻസിൽ റീസണിങ് ഉണ്ട്. 40 ചോദ്യങ്ങൾ റീസണിങ് വരും, അരമണിക്കൂർ സമയം. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ 40 ചോദ്യങ്ങളുണ്ടാവും, അതിന് അരമണിക്കൂർ സമയമുണ്ട്. ഇത് രണ്ടും നമ്മുടെ പ്രിലിംസിനുണ്ടായിരുന്നു. ന്യൂമറിക്കൽ എബിലിറ്റി പ്രിലിംസിനുണ്ടായിരുന്നു, അതും 40 ചോദ്യങ്ങൾ ഇവിടെ വരും, അരമണിക്കൂർ സമയം കിട്ടും. ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന 2 പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറൽ അവയർനെസ്, ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ്, നമ്മുടെ GKയും കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ബാങ്കിങ് കാര്യങ്ങളും ഒക്കെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കും. പിന്നീട് കമ്പ്യൂട്ടർ നോളജും അതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 40 മാർക്കിന്റെ കമ്പ്യൂട്ടർ നോളജും ഉണ്ട്. അങ്ങനെ 5 പാർട്ടായിട്ടാണ് മെയിൻസ് എക്സാം തിരിച്ചിട്ടുള്ളത്. ആകെ 200 ചോദ്യങ്ങളും 135 മിനിറ്റുമാണ് മെയിൻസ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ പിടിയിട്ടുണ്ടാവും RBI അസിസ്റ്റന്റ് എന്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, മാർച്ച് 8 വരെ അപ്ലൈ ചെയ്യാം. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. പ്രിലിംസ് ഏപ്രിൽ 11-ന് നടക്കുകയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ബാങ്ക് എക്സാംസിനൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ഇതിനും അപ്ലൈ ചെയ്യുക. കാരണം ഏതാണ്ട് ഒരേ നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ല മാർക്ക് നേടാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.